കഴിഞ്ഞ വർഷങ്ങളിൽ വാങ്ങിച്ചു കൂട്ടിയ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ എടുത്ത് കളഞ്ഞോ? അതോ അതൊക്കെ വീട്ടിൽ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടോ? എന്തായാലും അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി കുറച്ചൊന്ന് ഉപയോഗിച്ചാൽ എന്തായാലും പുതിയ ക്രിസ്മസ് അലങ്കാരങ്ങൾ റെഡിയാവും. എങ്ങനെ കയ്യിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഇത്തവണത്തെ ക്രിസ്മസ് മനോഹരമാക്കാമെന്ന് നമുക്ക് കാണാം. ക്രിസ്മസിന് ഏറ്റവും ഇന്നവേറ്റബിളായ മറ്റൊരു കാര്യമാണ് ക്രിസ്മസ് ഗിഫ്റ്റ്സ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ എണീറ്റ് ഓടിപ്പോയി നോക്കുന്നത് ക്രിസ്മസ് ട്രീയുടെ അടുത്ത് ഗിഫ്റ്റ്സ് നോക്കും. അവർക്ക് സാന്റക്ലോസ് എന്ത് ഗിഫ്റ്റാണ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതെന്നൊക്കെ അറിയാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഈവൻ എൽഡേഴ്സ് ആണെങ്കിൽ കൂടെ നമ്മൾ ഗിഫ്റ്റ്സ് എപ്പോഴും ക്രിസ്മസ് ട്രീയുടെ താഴെ ഇങ്ങനെ രാത്രി എടുത്ത് ആരും കാണാതെയൊക്കെ കൊണ്ടുവയ്ക്കും. പക്ഷേ ഗിഫ്റ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ പ്രസൻറ്റേഷന്. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ റീസൈക്ലിങ്ങും ഒക്കെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് സാധാരണ സാധനങ്ങൾ ഉപയോഗിച്ച് നന്നായിട്ട് ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതൊരു ഗിഫ്റ്റ് ആണെങ്കിൽ ഞാൻ റെഗുലർ ബ്രൗൺ പേപ്പർ കൊണ്ടാണ് ഇത് കവർ ചെയ്തേക്കുന്നത്. ലൈക്ക് ഇപ്പം കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ബുക്സൊക്കെ കവർ ചെയ്തതിൻ്റെ ബാക്കി ബ്രൗൺ പേപ്പേഴ്സ് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും. അതുപോലെ ഒരു ബ്രൗൺ പേപ്പർ യൂസ് ചെയ്താണ് ഞാനത് റാപ്പ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ റാപ്പിൽ നമുക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ചെയ്യാം. നമ്മൾ റെഗുലർ റാപ്പേഴ്സ് നമുക്ക് ഈസിലി അവൈലബിൾ ആണ് മാർക്കറ്റിൽ നിന്ന്. അത് മേടിച്ചുകൊണ്ട് തന്നെ റാപ്പ് ചെയ്ത് വെക്കുന്നതിൽ വലിയൊരു നമ്മുടെ ക്രിയേറ്റിവിറ്റിയോ ആ ഒരു ഇന്നോവേറ്റീവ് സ്റ്റൈലോ ഒന്നും കാണിക്കാനില്ല. അപ്പോൾ വാട്ട് വി ക്യാൻ ഡു ഇസ് ഈ സിമ്പിൾ സാധനങ്ങൾ യൂസ് ചെയ്ത് എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റാപ്പിംഗ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇത് ബ്രൗൺ പേപ്പർ റാപ്പിംഗ് ആണ്. ആൻഡ് ദിസ് ഇസ് ക്രോഷ്യ ലേസ് വിച്ച് ഇസ് ഈസിലി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. എല്ലാ സെക്കൻഡ് സ്റ്റോറിലും കാണും ക്രോഷ്യ ലേസസ്. ആൻഡ് വാട്ട് വി ക്യാൻ ഡു ഇസ് ഇത് നമുക്ക് ബ്രൗൺ പേപ്പർ ബോക്സിലോട്ട് റാപ്പ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനത്തെ ലേസസ് നമുക്ക് മേടിക്കണമെന്ന് തന്നെ ഇല്ല. ഇപ്പോൾ കൊച്ചു പെൺകുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണ് അവരുടെ ഫ്രോക്കിലൊക്കെ പഴയ ഫ്രോക്കിലൊക്കെ ഉള്ള ലേസ് തന്നെ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ലൈക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇപ്പം നമുക്ക് കളർ വേണമെങ്കിൽ ചെറിയ വല്ല കളേഴ്സിലും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇങ്ങനത്തെ ഡോയിലി പേപ്പേഴ്സ് കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ സ്റ്റേഷനറി ഷോപ്സിലൊക്കെ മേടിക്കാൻ കിട്ടും ഇങ്ങനത്തെ. കാരണം ഇത് യൂസ് ആൻഡ് ത്രോ ആയതുകൊണ്ട് ഇത് ഇറ്റ്സ് മെയ്ഡ് ഓഫ് പേപ്പർ. ഇതുകൊണ്ട് നമുക്ക് ഇനി ഗിഫ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാം. ലൈക്ക് 4 കോർണേഴ്സിലോട്ട് നമുക്ക് വയ്ക്കാം ഇത്. ഇതിപ്പോൾ നമുക്ക് 4 കോർണേഴ്സിലോട്ട് വേണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും 2 കോർണറിലോട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത്. ഇപ്പം സപ്പോസ് നമുക്ക് ഡോയിലീസ് അങ്ങനെ കോർണേഴ്സിലൊന്നും വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ വി ക്യാൻ ജസ്റ്റ് പേസ്റ്റ് ഇറ്റ് ഓൺ ടോപ്പ് ഓഫ് ദ ഗിഫ്റ്റ്. എന്നിട്ട് പ്രോബ്ലി ടൈ എ റിബൺ. ഇത് നമ്മൾ പ്ലേസ് മാറ്റ്സിന് ബോർഡർ ചെയ്യാനായിട്ട് യൂസ് ചെയ്ത പേപ്പറാണ്. ഇനിയിപ്പം അത് കഴിഞ്ഞ് ബാക്കിയുള്ള പേപ്പർ നമുക്ക് ഗിഫ്റ്റ് റാപ്പിന് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാത്തിനും ഒരു യൂണിഫോമിറ്റി ഉണ്ടാവുകയും ചെയ്യാം. അപ്പം ഞാൻ ഇതിൽ നിന്നൊരു സ്ട്രിപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കുറച്ചും കൂടെ ഡെക്കറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോബബ്ലി വി ക്യാൻ ഹാവ് എ ലിറ്റിൽ വി ബോ ഹിയർ. ഇത് ഈ ഒരു ബോ ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്യാം. ഈ സ്ട്രിപ്പിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഗ്രീൻ ബോ ആണ്. അതിൻ്റെ സൈഡിലുള്ള ഈ ഡെക്കറേഷൻ അത് നമുക്ക് റീറ്റ്സിൽ നിന്നൊക്കെ എപ്പോഴും ചാടിപ്പോകുന്ന ഗോൾഡൻ ബീഡ്സ് ആണിത്. അതും കൂടെ ഇതിൻ്റെ ഡെക്കറേഷൻ്റെ കൂടെ നമ്മൾ വെച്ചേക്കുക.
ഇതൊരു കൺവെൻഷണൽ ഗിഫ്റ്റ് റാപ്പറാണ്. ലൈക്ക് വി ഹാവ് സാന്റ ക്ലോസിൻ്റെ ഒക്കെ ഒരു റെഡ് കളർ ഒരു ഗിഫ്റ്റ് റാപ്പറാണ്. ഇത് നമുക്ക് ഇങ്ങനത്തെ റാപ്പേഴ്സൊക്കെ ഈസിലി അവൈലബിൾ ആണ്. അപ്പം ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് റാപ്പർ യൂസ് ചെയ്ത് നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ഇതിനകത്ത് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഡെക്കറേഷൻ ഇതിൽ ചെയ്യാം. ഇത് മുമ്പേ കണ്ട പോലെ ഹേ ആണിത്. ഇത് നമുക്ക് കറക്റ്റ് സൈസിലും മെഷർമെൻറ്റിലും ഒന്നും കട്ട് ചെയ്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഹാപ്ഹസാർഡ് മാനറിൽ ചുമ്മാ ഇങ്ങനെ കുറച്ച് ബഞ്ച് ഓഫ് ഹേ എടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഗിഫ്റ്റിലോട്ട് നമുക്ക് സ്റ്റേപ്പിൾ ചെയ്യാം. And here goes your gift, a perfect gift for your husband. അപ്പോൾ വീടൊക്കെ നന്നായി അലങ്കരിച്ച് ഇത്തവണത്തെ ക്രിസ്മസ് മനോഹരമായി ആഘോഷിക്കുക. പക്ഷേ വനിതയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. വിലാസം ഇതാണ്: പ്രൊഡ്യൂസർ വനിത, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. വനിത ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും ലഭിക്കും. ഞങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ് www.manoramanews.com/vanitha. ഇന്നത്തെ വനിത ഇവിടെ പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം മനോരമ ന്യൂസിൽ വാർത്തകൾ.